Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Okay, good afternoon. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് കഴിയാൻ അല്ലേ കുറച്ചും കൂടി ഉണ്ട്. എവിടെ വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്? ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? അക്ഷരമോ? ഓർമ്മയോ എവിടെ വരെ എടുത്തേന്നുള്ളത്? എവിടെ വരെ എടുത്തേക്കുന്നത് ഓർക്കുന്നുണ്ടോ? ബഡ്ജറ്റ് വരെയല്ലേ? ഡിറ്റർമിൻ ബഡ്ജറ്റ് വരെയല്ലേ എടുത്തേക്കുക? ഓക്കെ, ഡിറ്റർമിൻ ബഡ്ജറ്റ് വരെയാണ്. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാ ഉണ്ടോ വായിച്ചു നോക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടി ഇരുന്ന് ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോ മാർക്കറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. എന്താ മതിയായ ഒരു ഓഡിയൻസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് അല്ലെ ആ മാർക്കറ്റ്. ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഓഡിയൻസ് വേണം അല്ലെ, മതിയായ പേഷ്യൻസ് അവിടെ വേണമെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ്, എല്ലാവരും പേജ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ 97 ആണെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഡിറ്റ് ചെയ്യാം അല്ലെ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, വിറ്റമിൻ ബഡ്ജറ്റ് നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, നോക്കാം. എക്സാം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് മാർക്കറ്റ് ബഡ്ജറ്റ്. നമുക്കറിയാം പലതരത്തിലുള്ള ബഡ്ജറ്റുകൾ അല്ലെ, പലതരത്തിലുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്, അതായത് ഫിനാൻഷ്യലി എത്രത്തോളം മുതൽക്ക് മുതൽ നടത്തേണ്ടി വരുമെന്നൊന്നും പ്രത്യേകമായിട്ട് നമുക്ക് ഒരുപാട് നേരത്തെ കുട്ടിയൊരു സ്റ്റാൻഡേർഡ് ഫിക്സേഷൻ നടത്താൻ പറ്റില്ല അല്ലെ. പ്രത്യേകിച്ച് പുതിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് അതില് ആദ്യം നമ്മൾ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ കിട്ടി തുടങ്ങുന്നത് 1-2 വർഷമായിട്ട് എടുത്തിട്ടായിരിക്കും അല്ലെ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ലാഭവിഹിതമൊക്കെ കിട്ടി തുടങ്ങുമോ? ആദ്യം തന്നെ അത് അല്ലെ മാർക്കറ്റിൽ ഇൻവോൾവ് ആണ് അല്ലെ. എല്ലാവരുടെയും ഇടയിലേക്കും പ്രീതികേട്ട ഒരു ഹോസ്പിറ്റൽ ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ പേഷ്യൻസ് ഒക്കെ വന്നുകൂടുള്ളൂ അല്ലെ. നല്ലൊരു ഹോസ്പിറ്റൽ എന്നുള്ള പേര് എടുക്കണം അല്ലെ. നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, മിതമായ തിരക്കിലാണ് സർവീസുകൾ എന്നൊക്കെയുള്ള കുറെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്താൽ മാത്രമാണ് അവിടെ പേഷ്യൻസ് വരികയുള്ളൂ അല്ലെ. അങ്ങനെ പേഷ്യൻസ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളതൊക്കെ നിശ്ചയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ബഡ്ജറ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മുടക്ക് മുതൽ എത്രത്തോളം നമ്മൾ ഇറക്കണം എന്നൊന്നും കൃത്യമായിട്ട് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. എക്സാമിന് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആൻഡ് കം അപ്പ് വിത്ത് എ മാർക്കറ്റ് ബഡ്ജറ്റ് നമ്മളത് വിലയിരുത്തേണ്ടതുണ്ട് അല്ലെ, പഠിക്കേണ്ടതുണ്ട്. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ് by the type of market a practice is in, the age of practice and its practice has marketed before. അതായത് നേരത്തെ കുട്ടി നമുക്ക് ഒരുപാട് അല്ലെ ഒരു പീഡിയാട്രീഷ്യന്റെ ഹോസ്പിറ്റലാണ് തുടങ്ങണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ ഫെസിലിറ്റീസ് കൈകാര്യം ചെയ്യും നമുക്കറിയാം. കുറച്ച് അറേഞ്ച്മെന്റ് അനലൈസേഷൻ ഒക്കെ നടത്തിയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് നമുക്ക് കൃത്യമായിട്ട് എത്രത്തോളം ഫിനാൻസ് വേണ്ടി വരുന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. there is no സ്റ്റാൻഡേർഡ് ഫോർ ഹൗ മച്ച് പ്രാക്ടീസ് ഷുഡ് ടേക്ക് അല്ലെ. എത്രത്തോളം നമ്മള് എക്സ്പീരിയൻസുകളൊക്കെ എത്രത്തോളം സാധ്യതകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നേരത്തെ കൂട്ടി സ്റ്റാൻഡേർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഒരുപാട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. If the practice is new, we can hope to spend 10% or more of our annual gross income the first year to carry out the plan. നമുക്കറിയാം ഒരു 10% മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെ. ഒരുപാട് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ ചെലവഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം ഇൻകം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് 100% നേടിയെടുക്കാനുള്ള സാധ്യത ഒരു മിനിമം 10% എങ്കിലും മാത്രമാണ് സ്റ്റാർട്ടിങ് ഇയർ ഒക്കെ ആവുമ്പോൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്.
ശരിയല്ലേ? ശരിയാണോ? ആണോ? അതെ അല്ലെ? നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണോ ഒറ്റയടിക്ക് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? ഹോസ്പിറ്റലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒറ്റയടിക്ക് നമുക്ക് നേരത്തെ കൂട്ടി ഫിനാൻസ് എത്രത്തോളം അല്ലെങ്കിൽ പുതിയ പ്രാക്ടീസുകളൊക്കെ എത്രത്തോളം കൈകാര്യം ചെയ്യണമെന്നൊന്നും നമുക്ക് പറഞ്ഞ് പ്രൊഡക്റ്റ് ചെയ്യാനൊന്നും സാധിക്കണമെന്നില്ല. അതേപോലെ തന്നെ അതിന്റെ ഒരു 10% ഒക്കെയാണ് നമ്മൾ മുടക്കിയ മുതലിന് ഇൻകം ആയിട്ട് ഉദ്ദേശിക്കാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോ നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. എന്താണ് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്താണ് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്? അതായത് പല തന്ത്രങ്ങളും അല്ലെ, സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന തന്ത്രങ്ങൾ, മാർക്കറ്റിംഗിന്റെ പല തന്ത്രങ്ങളും നമ്മൾ പയറ്റണമെന്ന് പറഞ്ഞല്ലേ, ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെ, മാർക്കറ്റ് കീഴടക്കാനൊക്കെ ആയിട്ട് പല തന്ത്രങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ഹോസ്പിറ്റലിൽ അവിടെയുള്ള പേഷ്യൻസ് വന്നു ചേരണമെങ്കിൽ പല അലയൻസുകളും, അല്ലെങ്കിൽ പുതിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും പുതിയൊരു നിലവിലുള്ള ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ ന്യൂ ആയിട്ട് ഇച്ചിരി കൂടി എന്താണ് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിലും അതിന് ചില ഭേദഗതികളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. നോക്കാം. Some of the market strategies provide patient satisfaction training session to staff. അവിടെയുള്ള സ്റ്റാഫിനെല്ലാം തന്നെ നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? പേഷ്യന്റിനെ തൃപ്തികരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ, അതായത് അവരോട് നല്ല രീതിയിലൊക്കെ കൈകാര്യം ചെയ്യണം അല്ലെ. അവർക്ക് എന്താണ് ഫസ്റ്റ്ലി അവരെ എങ്ങനെയാണ് എന്താണ് സ്വീകരിക്കേണ്ടത്, ഇൻ കേസ് റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ എങ്ങനെ സ്വീകരിക്കണം, അതല്ലെങ്കിൽ എന്താണ് നഴ്സുമാരാണെങ്കിൽ എങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, തിരിച്ചെന്തായാലും കൂട്ടണം അല്ലെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സെഷനൊക്കെ ട്രെയിനിങ് ഒക്കെ അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ പ്രദാനം ചെയ്യണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം within the practice website to get rid of the need of to telephone the office for an appointment. നമുക്കറിയാം ഇപ്പോ എന്താണ് എപ്പോഴും എന്താണ് നേരിട്ട് വന്നൊന്നും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയൊന്നുമില്ല അല്ലെ. വെബ്സൈറ്റ് ഒക്കെ വഴിയാണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നേരിട്ട് എടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ അതൊക്കെ അറേഞ്ച് ചെയ്യണം. അതായത് അവരുടെ സമയത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ട് അവിടെയുള്ള പേഷ്യൻസിനൊക്കെ അവരുടെ സമയത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ടെലിഫോൺ ഓപ്പറേഷനിലൂടെ തന്നെ അവർക്ക് വെബ്സൈറ്റിലൂടെയൊക്കെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്ന ഒരു സാഹചര്യം അറേഞ്ച് ചെയ്യണം. അത് വികസിപ്പിച്ചു കൊണ്ടുവരണം. Make the reception room decorate better. Okay. അവിടെ ഡെക്കറേറ്റിന് ഒരു ചെറിയ അബ്രിവേഷൻ കൊടുത്തേക്കുന്നതാണ്. അതായത് വരുന്ന റിസപ്ഷൻ ഏരിയയിലൊക്കെ അവരെ അല്ലെ നല്ല കാണാൻ ക്വൈറ്റ് അന്തരീക്ഷത്തില് നല്ല ഹോസ്പിറ്റലാണെന്നും കൂടി അല്ലെ, ഒരു നല്ല എന്താണ് ഒരു റെസ്റ്റോറന്റ് പ്ലേസ് പോലെ തന്നെ നല്ലൊരു അടിപൊളി സിറ്റുവേഷനൊക്കെ അറേഞ്ച് ചെയ്ത് അവരെയൊക്കെ വെൽക്കം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആക്കി എടുക്കണം. ഇതിനെന്താണ് പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകളൊക്കെ തിരിച്ചറിയാനൊക്കെ ആയിട്ട് അവർക്ക് സ്റ്റാഫുകൾക്കൊക്കെ നെയിം ടാഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. Call for staff to introduce themselves to each new patients. ഓരോ പുതിയ പേഷ്യൻസ് വരുമ്പോഴും അവരുടെ മുമ്പിൽ അല്ലെ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. Then conduct a post encounter telephone interviews with the new patients within 3 days of their appointments. Okay. അവിടെ നമുക്കറിയാം 3 ദിവസത്തിനുള്ളിൽ ടെലിഫോൺ കോൾ മുഖേന അവര് വീണ്ടും ഫ്രീ ആയിട്ടുള്ള അവരുടെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് എന്തൊക്കെയാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു 3 ദിവസത്തിനുള്ളിൽ അവരെ ഒന്നും കൂടി വിളിച്ച് ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകും അല്ലെ. അവിടെ തീർച്ചയായിട്ടും പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നടപടികളാണ് ഡെവലപ്പിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ എടുത്ത് പറയുന്നത്. ക്ലിയർ ആയോ? ഡിറ്റർമൈൻ ബഡ്ജറ്റും ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും സെക്കൻഡ് പോയിന്റ് നോക്കാം. ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം within the practice website to get rid of the need of a telephone the office for appointment. അതായത് അവർക്ക് വെബ്സൈറ്റിലൂടെ തന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാം, ക്രമീകരിക്കാം. ഇങ്ങനെ വിളിച്ച്
ടെലിഫോൺ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തന്നെ വെബ്സൈറ്റിലൂടെ നമുക്ക് അല്ലെ ടിക്കറ്റ് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് ഡെവലപ്മെന്റ് ചെയ്യുക. അതായത് അവിടുത്തെ ആ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. വേറായോ? നമ്മളിപ്പോ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തിരിച്ച് അവരെ നോക്കിയത് അത് നമുക്ക് സെൽഫായിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാൻ സാധിക്കും. ആ ഒരു രീതിയിലേക്കൊക്കെ വികസിപ്പിച്ചുകൊണ്ട് നെക്സ്റ്റ് നോക്കാം. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. അടുത്തതിലേക്ക് പോവാലോ. Okay, an implementation schedule is a timeline that shows which marketing action will be done when and by whom. Okay. എപ്പോഴാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെ അല്ലെ ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് ടൈം ലൈൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് ആക്ഷൻ നടക്കുന്നത് അല്ലെ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാക്കുന്ന ഷെഡ്യൂൾ വികസിപ്പിക്കുകയാണ് അല്ലെ. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം മതിയോ അതനുസരിച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. ടൈം ലൈൻ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കൈകാര്യം ആക്ഷനബിൾ ആണോ പ്രവർത്തനമാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ നടത്തുക. When creating the schedule, carefully take into consideration how the activities will influence the current practice operations and whether there are enough resources such as the staff, time and money to fulfill the necessary tasks. ഈ രണ്ട് പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്തിന് അനുയോജ്യമായ രീതിയിലാണോ ഒരു ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കൂടുതലായിട്ട് പേഷ്യൻസ് വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം വൈറൽ ഫീവർ ഒക്കെ ഒഴി നടക്കുന്ന സമയമാണെന്ന് കാണുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് അവരെ എല്ലാവരെയും തന്നെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഷെഡ്യൂൾ ചെയ്യും, അറേഞ്ച് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യാനുള്ള ഷെഡ്യൂളും കാര്യങ്ങളും എപ്പോഴാണെന്ന് നമുക്കറിയാം. അത് ആ സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതനുസരിച്ചിട്ടാണ് ആ ടൈം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് പ്ലാനിങ് മാത്രം പോരാ അല്ലെ. അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതിന് എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ്. എന്റെ വീട്ടിൽ വ്യത്യസ്ത റൂം കാര്യങ്ങളൊക്കെ ചെയ്ത് നടപ്പാക്കണം എന്നൊക്കെ ഒരു കാര്യം ചിന്തിക്കുക. കൂടുതൽ ഒരുപാട് പേഴ്സൺസ് വരികയാണെങ്കിൽ അവരെ എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ രൂപീകരിക്കണമെന്ന് ആഗ്രഹിച്ച തീർച്ചയായിട്ടും അതിന് ഫണ്ട് ആവശ്യം. മാത്രമല്ല ഫണ്ട് മാത്രം പോരാ, അതിന് മതിയായ സ്റ്റാഫുകൾ വേണം. ഓക്കെ, അതേമാതിരി തന്നെ സമയം അല്ലെ. ഇതിന്റെ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച കാര്യം തീർപ്പാക്കാൻ സാധിക്കും അല്ലെ. ടൈമും വേണം. ടൈം ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൈമും വേണം അല്ലെ. അപ്പൊ ഇതെല്ലാം ഫുൾഫില്ല് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വികസനം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ, നടപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഷെഡ്യൂള് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഷെഡ്യൂള് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അഡോപ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വേണം. ഹ്യൂമൻ റിസോഴ്സസ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്കറിയാതെ ഹാൻഡിൽ ചെയ്യാനായിട്ട് മതിയായ സ്റ്റാഫ് വേണം. അത് മാത്രമല്ല അതിനനുസരിച്ചിട്ടുള്ള ടൈംസ് അതിനെ കൃത്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ എപ്പോഴും തിരക്കായിരിക്കും അല്ലെ. വലിയ വലിയ ഹോസ്പിറ്റൽ നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട് അല്ലെ. കുറച്ച് ഫണ്ട് ഇറക്കിയത് കൊണ്ട് മാത്രം കാര്യമാണെന്നില്ല. അതിനുള്ള പ്രൊസീജിയർ അല്ലെ മറ്റു ഘടകങ്ങളെയും കൂടി ആശ്രയിച്ച് കണക്റ്റഡ് ആയിട്ടുള്ള രീതി ആയതുകൊണ്ട് തന്നെ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ഏത് പ്ലേസിൽ അറേഞ്ച് ചെയ്യണം, അവിടെ മതിയായ സ്റ്റാഫുകളെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും, ഈ ബ്ലോക്കില് മതിയായ സ്റ്റാഫുകളുണ്ടോ, ആ ടൈമിനുള്ളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ, ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നമ്മള് വികസനങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം. ഒക്കെയാണോ? ഇവിടെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ടല്ലോ. ആൻ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ ടൈം ലൈൻ ദാറ്റ് ഷോസ് വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻ വിൽ ബി ഡൺ വെൻ ആൻഡ് ബൈ അല്ലെ. എപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ടൈം ടു ടൈമിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ഇവാലുവേഷൻ പ്രോസസ്. നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രാറ്റജീസ് ഒക്കെ അല്ലെ ഒരുപാട് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുത്തു
അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിച്ചു. കുറെ ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചു. ഇനി നമ്മൾ ഇതൊക്കെ വിലയിരുത്തേണ്ടതുണ്ട് അല്ലെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ട് എങ്ങനെയാണ് പോകുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്താൻ. Evaluate your plan frequently by comparing your progress with the implementation schedule. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച ആ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ അല്ലെ, നമ്മൾ നടപ്പാക്കിയ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അത് ആ പ്ലാനുകളെല്ലാം കൈകാര്യം ചെയ്ത് അതിന്റെ പുരോഗതികൾ അല്ലെ, പ്രോഗ്രസ് അങ്ങനെ അവര് യഥാർത്ഥത്തിൽ നടപ്പാക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത്. അത് ഓരോ സമയത്തിന് അത് വിലയിരുത്തിയാലാണ് അതിനനുസരിച്ചിട്ട് മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. There are several ways you can judge the result of your progress. Patient service goals, referral source, increased income, increased new patients and decreased complaints. ഓക്കെ, നമുക്ക് ഈ വാല്യുവേഷൻ നടപ്പാക്കുന്നത് വേറെ പല രീതിയിലാവാം അല്ലെ. ഒരു ഒരുപാട് പേഷ്യൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നടപ്പാക്കിയ ഷെഡ്യൂളൊക്കെ വിജയിച്ചു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും ഇല്ലേ? സാധിക്കില്ലേ? നമ്മുടെ പേഷ്യൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ നടപടികൾ സ്വീകരിക്കുന്നത് അല്ലെ. അപ്പൊ വ്യക്തികൾ വരുന്നുണ്ടെങ്കിൽ ഓക്കെ വിലയിരുത്താൻ സാധിക്കും ഒരുപാട് നമ്മൾ ഉദ്ദേശിച്ച ഷെഡ്യൂൾ ഓക്കെയാണ്. കംപ്ലൈൻസ് ഒരുപാട് വരുന്നില്ലെങ്കിലും നമുക്ക് അതുകൊണ്ട് അറിയാം പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് കംപ്ലൈൻസ് അധികമില്ലാത്തത്. അപ്പോഴും നമുക്കറിയാം നമ്മൾ ഉദ്ദേശിച്ച ഷെഡ്യൂൾ പ്രകാരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഓക്കെയാണ്. ഇൻക്രീസ് ഇൻകം അല്ലെ, നമുക്ക് കൂടുതൽ ഇൻകം വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഓക്കെ അവിടെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. അപ്പൊ സോഴ്സ് നമുക്കറിയാം നമ്മുടെ അല്ലെ റിസോഴ്സസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവശേഷി അതിനെ കൈകാര്യം ചെയ്യുമ്പോഴും അറിയാൻ പറ്റും ഓക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്ര സാധനങ്ങൾ ഉപഭോഗം ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് ലഭിക്കുന്നുണ്ട്, പേഷ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ സർവേ രീതികളൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച ഷെഡ്യൂൾ പ്രകാരം അത് പ്രോഗ്രസീവ് ആയിട്ട് തന്നെ നടപ്പാക്കി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് ചോദ്യം വരാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു രീതി അല്ലെ, എന്താണ് ഇവാലുവേഷൻ പ്രോസസ്സ് നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നാണ്. ഓക്കെ ആണോ? യോ പേര് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് കുറച്ച് ഭാഗം കൂടിയുള്ളൂ. അതില് നെക്സ്റ്റ് നോക്കാനുള്ളത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതൊരു സെപ്പറേറ്റ് ഭാഗമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്കറിയാം ഒരു അല്ലെ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുക അല്ലെ. മാർക്കറ്റിംഗില് ആശയവിനിമയം നടത്തുക എന്ന് പറയുമ്പോൾ മാർക്കറ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആശയവിനിമയം നടത്താം അല്ലെ. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ മാർക്കറ്റിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് പല രീതിയിൽ ആശയവിനിമയം നടത്താം. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇസ് മോസ്റ്റ് നോട്ടിസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസ്. ഓക്കെ, ഒരു മാർക്കറ്റിംഗ് മിക്സ് വേരിയബിളില് എടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അതായത് ഏത് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പെടണം. എങ്കിലേ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് അത് സമൂഹത്തിൽ സൊസൈറ്റിയിൽ അത് അറിയപ്പെടേണ്ടതുണ്ട് അല്ലെ. ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് മേടിച്ചു നോക്കുമ്പോൾ നമുക്ക് അത് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കിയിട്ട് അല്ലെ നമുക്ക് തീരുമാനിക്കാം. അതേസമയം സർവീസ് ആയതുകൊണ്ട് അനുഭവങ്ങൾ അല്ലെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്നാണ് അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇസ് മോസ്റ്റ് നോട്ടിസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾ അല്ലെ. ഇവിടെ പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Marketing communication consists of a number of elements that make up the marketing communication mix. Okay, അതില് പലതരത്തിലുള്ള എലമെന്റ്സ് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ വരുന്ന മിക്സ് ചെയ്താൽ നോക്കാം. അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽ പ്രൊമോഷൻ, പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മൾ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാറ്ററിലാണ് ഇത് നമ്മൾ വിലയിരുത്തുന്നത്. നമുക്കറിയാം അത് പരസ്യം നൽകിയിട്ടാണ് മറ്റുള്ളവരെ അറിയുക അല്ലെ. ഹോസ്പിറ്റലിന്റെ പരസ്യമാണെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ആണെങ്കിലും അഡ്വർടൈസ്മെന്റ് നടത്തി കഴിയുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ അത് മനസ്സിലാകുന്നത്. പേഴ്സണൽ സെല്ലിംഗ് ഒരു ഒന്ന് രണ്ട് വ്യക്തികൾക്കൊക്കെ ഇതിന്റെ അനുഭവങ്ങൾ നേടിയെടുക്കാൻ പറ്റുമ്പോഴാണ് അതിന്റെ റിയാലിറ്റി മറ്റുള്ളവരിലേക്ക് എത്തുന്നത്.
സെയിൽസ് പ്രൊമോഷൻ അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ സെയിൽ നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ സർവീസ് അത് കൈപ്പറ്റുമ്പോൾ അതിന് വാല്യുബിൾ ആണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യും, മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കും അല്ലെ. നല്ല ഹോസ്പിറ്റലാണ്, നല്ല സർവീസ് ആണ്, നല്ല ഡോക്ടറാണ് എന്നൊക്കെ ഉള്ളത് മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നു. പബ്ലിസിറ്റി, മറ്റുള്ളവരിലേക്കൊക്കെ എന്താണ് പബ്ലിസിറ്റി, നല്ല നല്ല അറിയിപ്പായിട്ട് അത് വ്യാപിക്കുന്നു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. നമുക്കറിയാം ഇപ്പോ ചില ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആയിട്ട് സർവീസ് നടത്തും അല്ലെ. ചില ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ നല്ല ഡോക്ടറിന്റെ സേവനമാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് പല അല്ലെ ഏതെങ്കിലും നമുക്കറിയാം സൊസൈറ്റികളിലൊക്കെ ചാരിറ്റബിൾ ആയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ നമുക്കറിയാം ഒരുപാട് ജനങ്ങളിലേക്ക് ആ ഇൻവോൾവ്മെന്റ് അല്ലെ, ഡോക്ടറിന്റെ ഒരു കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് മാർക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇറങ്ങി ചെന്ന് മറ്റുള്ളവരെ കൂടി കൺസെപ്റ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള കഴിവ് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു രീതി അല്ലെ, ആ രീതിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ ഡോക്ടറുടെ സേവനം ഏത് ഹോസ്പിറ്റലാണ് അല്ലെ, അപ്പൊ ആ ഹോസ്പിറ്റലിന് പേരുപേട്ട ഡോക്ടറാണ് എങ്കിൽ അത് എല്ലാവരിലേക്കും ആ ഹോസ്പിറ്റൽ ഏതാണെന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലേ? ഇത് ഈ ഒരു പോയിന്റ്സ് നമ്മള് പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്തില്ലേ? ഞാൻ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. 7th പോയിന്റ് വരെയാണ്. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് മാർക്കറ്റിംഗ് ന്യൂ ഹോസ്പിറ്റൽ, ഇവാലുവേഷൻ പ്രോസസ് വരേക്കുണ്ടോ അത്? ക്രിയേറ്റീവ് ഇവാലുവേഷൻ പ്രോസസ് വരേക്കും. ഓക്കെ അല്ലേ? നമ്മളായിട്ട് തന്നെയല്ലേ അന്നത്തെ ടെസ്റ്റില് അത് മാറിപ്പോവരുത്. അപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്സുകളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാലൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കാം, മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. ഈ മാർക്കറ്റ് വികസിപ്പിക്കാനായിട്ടൊക്കെ ഏത് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. Few marketing methods are health education campus, awareness programs for consumers and medical camps, website marketing to different revenue such as corporate insurance companies, smaller healthcare organizations, allowing international patients such as medical tourism and promotional packages for various occasions. നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇത് മാർക്കറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഹോസ്പിറ്റൽ സർവീസ് അല്ലെ, ഒരു ഡോക്ടറിന്റെ സർവീസിലൊക്കെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ് ഒക്കെ വിളിച്ച് ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവ് പ്രദാനം ചെയ്യുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ അവരുടെ സേവനങ്ങൾ, ആ ഹോസ്പിറ്റലിലെ സേവനങ്ങളൊക്കെ അറിയിക്കാനായിട്ട് സാധിക്കും. അവയർനെസ് പ്രോഗ്രാംസ് ഫോർ കൺസ്യൂമർ മെഡിക്കൽ ക്യാമ്പ് അല്ലെ, അവിടെ ഉപഭോക്താക്കൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ട് അല്ലെ, നമുക്കറിയാം ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ ഐയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ നടത്തി അല്ലെ, ഡോക്ടർമാരുടെയും അവിടുത്തെ ഹോസ്പിറ്റലിലെ സേവനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നതൊക്കെ ബോധ്യമാക്കുന്ന ഒരു രീതിക്ക്. ഞാൻ വെബ്സൈറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ടു ഡിഫറെന്റ് ഓക്കെ, അവരുടെ സഹകരണത്തോട് കൂടിയിട്ട് വെബ്സൈറ്റില് എന്താണ് പല ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോ അല്ലെ, നിങ്ങൾ ഇപ്പോ ഡോക്ടർ റെഡിയാണ്, ഈ റെഡി നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാം അല്ലെ, നിങ്ങൾക്കൊരു ഏതെങ്കിലും അല്ലെ എന്താണ് ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വിദഗ്ധന്റെ സേവനം അല്ലെ ഇന്ന ടൈമില് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം, അവിടെ സേവനങ്ങളൊക്കെ ലഭ്യമാകുന്ന രീതിയിൽ അല്ലെ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അങ്ങനെയും അത് ഏത് രീതിയിലാണ് സേവനം ചെയ്യുന്നത്, എവിടെയാണ് സേവനം ചെയ്യുന്നതൊക്കെ ഉറപ്പാക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താ പറയുക ചില ഹോസ്പിറ്റലില് പ്രിഫറൻസ് കൊടുത്തിട്ട് അല്ലെ അവരുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴും ആ രീതിയിലും മറ്റുള്ളവരിലേക്ക് ബോധവാന്മാരാക്കാം. എന്താണ് സ്മോളർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. ഓക്കെ,
ചെറിയ ചെറിയ ഓർഗനൈസേഷൻ, ചെറിയ ചെറിയ സംഘടനകൾ വഴി എന്താണ് ഹെൽത്ത് കെയർ സംഘടനകൾ വഴി എന്താണ് ഇത്തരത്തിലുള്ള ഒരു നല്ല പേര് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്റർനാഷണൽ പേഷ്യൻസ് എന്താണ് മെഡിക്കൽ ടൂറിസം ആൻഡ് പ്രൊമോഷൻ പാക്കേജസ് ഫോർ വേരിയസ് ഒക്കേഷൻസ് അല്ലെ. അവിടെ മറ്റുള്ളവര് അല്ലെ മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം ആയുർവേദ ഡോക്ടർമാർക്ക് ആയുർവേദ ഫെസിലിറ്റീസ് ഒക്കെ മറ്റു പുറമേയുള്ള രാജ്യങ്ങളാണ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലേ? ആണോ? ആയുർവേദ ചികിത്സയ്ക്ക് കൂടുതലായിട്ട് കിടത്തി ചികിത്സ അല്ലെ, വെരിമൽ ചികിത്സ അതൊക്കെ കൂടുതലായിട്ട് എന്താണ് മറ്റു കൺട്രിയിൽ നിന്നുള്ള വ്യക്തികളാണ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവയൊക്കെ എന്താണ് അവരെ വശീകരിച്ചിട്ടാണ് ഇന്റർനാഷണൽ ആയിട്ട് അല്ലെ മറ്റു കൺട്രികളിൽ നിന്നൊക്കെ അവരെ അട്രാക്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള രീതിയിൽ മെഡിക്കൽ ടൂറിസം ഒക്കെ കൊടുത്തിട്ടാണ് അവർക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ഹെൽത്ത് പാക്കേജുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. Then effective hospital marketing is the fulfilled by developing smart and sensible advertising and marketing campaigns. Okay, നമുക്കറിയാം വിവേകപൂർണമായിട്ടായിരിക്കുള്ളൂ ഹെൽത്ത് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുന്നത് അല്ലേ? ഒരാളും പെട്ടെന്ന് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് ഓടിപ്പോയി ഒരു സാധനം പർച്ചേസ് ചെയ്ത് മാത്രമേ നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കില്ല അല്ലെ. അത് നല്ല രീതിയിൽ വാല്യുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് അല്ലെ സെൻസിബിൾ അഡ്വർടൈസിങ് വെച്ചാൽ നല്ല അവര് ചിലപ്പോൾ കൃത്യമായിട്ട് തന്നെ ഒരു വ്യക്തിയെ ഓപ്പറേറ്റ് ചെയ്യുന്നതും അല്ലെ അവരെ നമ്മള് ടച്ചബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് പ്രവർത്തിച്ച് അത് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടായിരിക്കും ചിലപ്പോ എന്താണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എഫക്റ്റീവ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഫുൾഫിൽഡ് ബൈ ഡെവലപ്പിംഗ് സ്മാർട്ട് ആൻഡ് സെൻസിബിൾ അഡ്വർടൈസിംഗ് അല്ലെ. അവിടെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെ ഇന്ന രോഗി ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന രോഗി ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെയായിരുന്നു, ഈ രോഗി ഇത്രാം ദിവസം ഇന്ന മെഡിസിൻ കഴിച്ച് അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ ഇത്രയും മാറ്റങ്ങൾ വന്നു. അങ്ങനെ സെൻസിബിൾ ആയിട്ട് അല്ലെ ബുദ്ധിപൂർവമായിട്ടുള്ള രീതിയിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തിയിട്ട് മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ കാണിച്ചു തന്നിട്ട് തന്നെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് campaign should consist of a well-structured media. It's to include a press release, print, television, radio, and web. Okay, നമ്മളിപ്പോ പല കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തല്ലേ. ഇപ്പൊ നമുക്കറിയാം എന്താണ് ഒരു കാര്യം മാത്രമേ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഓഡിയോ ആയിട്ടൊക്കെ ചിലപ്പോൾ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിന്റുകൾ അല്ലെങ്കിൽ മറ്റെല്ലാ അല്ലെ എല്ലാവരും ഒരു സ്ട്രക്ചേർഡ് ഒരു എന്താണ് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത രീതിയിലായിരിക്കും ആ ഹോസ്പിറ്റൽ അഡ്വർടൈസ്മെന്റ് വരുന്നത് അല്ലെ. അതിന് കുറച്ച് ഇൻഫോർമേഷൻസ് ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് ചെയ്തല്ല, സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ അതിൽ മറ്റുള്ളവരുടെ കുറെ ഓഡിയോ ക്ലിപ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വിഷ്വൽ വീഡിയോസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രിന്റുകൾ അല്ലെ മറ്റ് പ്രസ് റിലീസുകൾ എന്ന് വെച്ചാൽ എന്താണ് പത്രസമ്മേളനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലെ നല്ല ഹോസ്പിറ്റലിന്റെ ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ പ്രദേശ പ്രക്രിയകൾ നടത്തിയതിന്റെ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതല് അല്ലെ അവിടെ എന്താണ് നമ്മുടെ പ്ലെയിനിൽ അത് ഇറക്കുമതി അല്ലെ കൊണ്ടുവരുന്നതും അത് കൊണ്ടുപോയി എന്താണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നത് മരുമുൻകൈയിരുന്ന വ്യക്തികളൊക്കെ അപ്പോ എന്താണ് കൂടുതൽ അഡ്വർടൈസ്മെന്റോട് കൂടിയിട്ട് അല്ലെ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കത്തക്ക വിധത്തിലാണ് അത് സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പൊ ആ ഘടന അങ്ങനെ രീതിയിൽ സെൻസിബിൾ ആകുമ്പോൾ എന്താണ് മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഒരു ശരിയായ സത്യമാണെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ അടുത്ത ചാപ്റ്റർ കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈം ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കാം. എന്തായാലും 2-3 മിനിറ്റ് തരാം. സ്പീഡിൽ എടുത്തിട്ടുള്ളത് എനിക്കറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഒക്കെയാണോ? വായിച്ചു നോക്കിയിട്ട് അവർക്കൊന്നുമില്ല. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത മാത്രമേ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. മീറ്റിംഗ് ആയപ്പോഴേക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അല്ലെ, നമ്മൾക്ക് അറിയാവുന്നതാണ് ഈ ഹോസ്പിറ്റലിന്റെ ആ ഒരു വികസനം. നമ്മൾ വിചാരിക്കും മാർക്കറ്റിംഗ് എന്തിനായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കുന്നത്, ഇപ്പൊ മനസ്സിലായിട്ടാണ് എന്താണ് മാർക്കറ്റിംഗ് എന്താണ് അല്ലെ ഹോസ്പിറ്റലില്. കാരണം ഹോസ്പിറ്റലിൽ മറ്റുള്ളവരിലേക്ക് അറിയപ്പെടും അല്ലെ. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ചാപ്റ്ററിന് നമുക്ക് നെക്സ്റ്റ് എടുക്കാറുള്ളത് അത് നെക്സ്റ്റ് മൊഡ്യൂളിലെ ആണ്, അതായത് 4th പേപ്പറിലെയാണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ ഓർത്തു എന്തായാലും മാർക്കറ്റിംഗ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് എന്താണെന്ന് അറിയാം അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഒരു ചെറിയ ഡീലേ ഓക്കെ. ലാസ്റ്റ് അവർ ആയതുകൊണ്ട് എല്ലാവരും ഡൗൺ ആയിരുന്നു തോന്നുന്നു. ഇല്ല, നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്. കാരണം മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇത്. കാരണം ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരികയുള്ളൂ. ആ ഹോസ്പിറ്റലില് അല്ലെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് മുടക്കുമുതലൊക്കെ നടത്തി, ഒരുപാട് നല്ല നല്ല ഡോക്ടേഴ്സിനൊക്കെ ഉള്ള അപ്പോയിന്റ്മെന്റ് ചെയ്ത്, ഒരുപാട് മെഷീനൊക്കെ സ്ഥാപിച്ചു, അതേപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് അവിടെ പേഷ്യൻസ് ഒന്നും വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നഷ്ടമായിരിക്കും അല്ലെ. അതേസമയം ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻസ് വരികയാണെങ്കിൽ അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഫാക്ടേഴ്സ് എന്താണ്, ആ ഘടകങ്ങളെ വികസിപ്പിച്ച് അല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച് ആ ഹോസ്പിറ്റലിലൂടെ ഒരുപടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ വളർച്ചയുടെ ഗ്രോത്ത് റേറ്റ് വികസിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്റർ എടുക്കുമ്പോൾ ഒരുപാടുണ്ട്, ചാപ്റ്റർ ഒക്കെയാണ്. പക്ഷെ എന്താ പറയാ, നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ ഒരു സത്യത്തിലെ ഇത് ഞാനിങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ചാപ്റ്റർ മൂവ് ചെയ്യില്ല. നിങ്ങളും കൂടി കോപ്പറേറ്റ് ചെയ്തതിന് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്ന കാര്യം ബെറ്റർ. കാരണം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാവരും കൊണ്ടുപോകാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ എക്സ്പീരിയൻസുകളാണ് ഇവിടെ ചോദിച്ച് നടപ്പാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്നോട് സഹകരിക്കൂലേ? സഹകരിക്കോ? കോപ്പറേറ്റ് ചെയ്യില്ലേ? 1-2 പേര് മാത്രം പോരാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ചാപ്റ്റർ ഇനി എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ഷുവറാണ്. അപ്പോ നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ചാപ്റ്റർ ക്ലോസ് ചെയ്തൊക്കെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. ഇത് എടുത്തോ? ഈ ചാപ്റ്റർ എടുത്തോ? ഈ ചാപ്റ്റർ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നോക്കാം. ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ comparative phenomenon which has been around since the 1960s, but active research on the topic was started in the late 1970s and early 1980s. Okay, നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ നമ്മൾ പഠിച്ചപ്പോൾ ആ ഹോസ്പിറ്റലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. വളരെ ചില എന്താ പറയുന്നത് നമ്മുടെ മതമായി ബന്ധപ്പെട്ട അല്ലെ മതത്തിൻ്റെതായിട്ടുള്ള കുറെ ചടങ്ങുകൾക്കും പ്രാധാന്യങ്ങൾക്കും കൊടുക്കുന്നതോടൊപ്പമാണ് ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നും നമുക്കറിയാം വർഷം കഴിഞ്ഞപ്പോ ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം എവിടെ ചെന്നാലും ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. മാർക്കറ്റിംഗ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് പിടിച്ചു നിൽക്കാനായിട്ട് കുറെ തന്ത്രങ്ങളും മെനഞ്ഞെടുത്ത് മുൻകൈയെടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു 1960s മുതലാണ് ഇവിടെ ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടുള്ള
ഒരു കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. അവിടെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിനെ പിടിച്ചു നിൽക്കാനാവുള്ളൂ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അവലോകനത്തിലെത്തി തുടങ്ങിയത് 1960 തുടങ്ങിയാണ്. ദെൻ എന്താണ് ആ ഒരു റിസർച്ച്, ആ ഒരു ഗവേഷണം ഏതാണ്ട് 1970 1980 അതിലെല്ലാം ആ ടൈമിലെല്ലാം ഇത് കൂടുതൽ പ്രാബല്യത്തിൽ വന്നു. ആ റിസർച്ചിന്റെ ആവശ്യകത കൂടി വന്നു. ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലാണ് എങ്കിലും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഹോസ്പിറ്റലൊക്കെ കൂട്ടിപ്പോകും അല്ലെ. അത് എന്താണ് ആവശ്യത്തിൽ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള അഡ്രസ് അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിനെ നിലനിൽപ്പുള്ളൂ. This led to the substitution of the idea of a quantity of life by more patient-centered concept of a quality of life. അത് മാത്രമല്ല, നമുക്കറിയാം ഈ കാലഘട്ടത്തില് ജനങ്ങള് അല്ലെ അവിടെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോ മാത്രമാണോ ഹോസ്പിറ്റലിൽ പോകുന്നത്? ആണോ? ഹോസ്പിറ്റലില് എന്തെങ്കിലും അസുഖം വരുമ്പോ മാത്രമാണോ ഹോസ്പിറ്റലിൽ പോണത്? ആർക്കും മനസ്സിലില്ല. ആണോ? ഹോസ്പിറ്റൽ അസുഖം വരുമ്പോ മാത്രമാണോ പോണത്? അല്ല അല്ലെ. നമ്മുടെ ഹെൽത്ത് നമ്മൾക്ക് വളരെയധികം അല്ലെ, നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള കാലമാണ് അല്ലെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഒക്കെ നടത്താൻ പോകും ഇല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആയുർവേദ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തുനിന്ന് അല്ലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മള് പുറത്തുനിന്ന് അട്രാക്ട് ചെയ്യും അല്ലെ. തിരുമല വിദഗ്ധരും അതേപോലെ തന്നെ ആയുർവേദത്തിനൊക്കെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നത് അവരവരുടെ ഹെൽത്ത് ആരോഗ്യം നന്നായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ. ജീവിതം എന്ന് പറയുന്നത് അവിടെ ജീവിതത്തിന് ആ ഒരു ആരോഗ്യത്തിന് ആ ഗുണമേന്മയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നേറുന്നത്. Patient satisfaction incorporates the patient's perceived requirement, his expectations from the health system and experience of a health care. Okay, ഓരോ പേഷ്യന്റിന്റെയും തൃപ്തി അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പല ഘടകങ്ങളും അത് പ്രൊവൈഡ് ചെയ്ത് വരുമ്പോഴാണ് അല്ലെ. അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചിട്ടുള്ള കെയർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്നുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള അവരുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകുമ്പോഴാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത്. ശരിയാണോ? നമ്മുടെ ആരോഗ്യം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യം തൃപ്തികരമാകുമ്പോൾ, അതല്ലെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് അല്ലെ, നല്ലൊരു അനുഭവം ആ ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ, അപ്പോഴാണ് ആ പേഷ്യന്റ് എന്താവുന്നത്? എന്ത് പേഷ്യന്റ് ആവുന്നത്? സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആവുന്നത് അല്ലെ. അവിടെ തൃപ്തികരമായിട്ടുള്ള പേഷ്യന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല സഹകരണത്തോടു കൂടി തന്നെ എന്നോട് സഹകരിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ അങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, this multi-dimensional concept consists of both the medical and the non-medical aspects of health care. നമുക്കറിയാം ഇങ്ങനെ ബഹുമുഖ അല്ലെ കൺസെപ്റ്റുകൾ, ആശയങ്ങളെല്ലാം തന്നെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട് അല്ലെ. എന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള സേവനം ലഭ്യമാകണമെന്ന്, അല്ലെങ്കിൽ നല്ല അനുഭവം ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നല്ല ശുശ്രൂഷ അവിടെ നിന്ന് ലഭ്യമാകുമ്പോൾ, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്ത മുഖങ്ങൾ അല്ലെ, വ്യത്യസ്ത അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടുമ്പോൾ, നമുക്കറിയാം ഒരു മെഡിക്കൽ ആയിട്ടുള്ള അനുഭവം മാത്രമല്ല ഒരു പേഷ്യന്റ് ആഗ്രഹിക്കുന്നത് അല്ലെ. അവരുടെ വൃത്തിയുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കാമൻ ക്വൈറ്റ് അന്തരീക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ പലതും. ജസ്റ്റ് ഡോക്ടറുടെ സേവനം മാത്രം തൃപ്തികരമാകണമെന്നില്ല അല്ലെ. മറ്റു പല ഘടകങ്ങളും നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളും വശങ്ങളും അവർക്ക് തൃപ്തി കരുതുന്ന ഘടകങ്ങളിൽ പെടുന്നുണ്ട് ഇല്ലേ, ഉണ്ടാവില്ലേ? ഡോക്ടറിന്റെ സേവനം മാത്രം തൃപ്തികരമായ മതിയോ? നേരത്തെ പറഞ്ഞ വേദനകളൊക്കെ ഓക്കെ, അതേ പക്ഷെ നമ്മൾ മറ്റു ഘടകങ്ങൾ കൂടി മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ നല്ല നീറ്റായിരിക്കണം, അതേമാതിരി തന്നെ ഇപ്പൊ ഡെലിവറിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴാണ് അല്ലെ കോമൺ ക്വൈറ്റ് അന്തരീക്ഷങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അങ്ങനെ പലതും അല്ലെ. പെയിനൊക്കെ വരുമ്പോൾ ഒരുപാട് എന്താണ് ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്നാൽ കോമൺ ക്വൈറ്റോട് കൂടിയിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ എല്ലാം അല്ലെ ടൈറ്റ് ടൈമിൽ അവൈലബിൾ ആകണമെന്നുള്ളത്. ഒരു മെഡിക്കൽ ചെക്കപ്പ് ആണെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ വിധേയമാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കാതെ തന്നെ റിസൾട്ട് ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ ഇതെല്ലാം മെഡിക്കൽ നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളും സമയത്തിന്റെ കാര്യത്തിലും അവർ പ്രാധാന്യം അറിയിക്കുന്നു, വൃത്തിയുടെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ പ്രാധാന്യം അറിയിക്കുന്നു. അങ്ങനെ എല്ലാ ആസ്പെക്റ്റുകളും എല്ലാ വശങ്ങളും ഓക്കെ ആവുമ്പോഴാണ് അവിടെ
പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത്. കേളെ ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? അവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് ഏത് ഇയർ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് സിൻസ് 1960s. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. Patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. Okay, രോഗി സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്? അത് ഹെൽത്ത് കെയർ അല്ലെ, നല്ല സേവനങ്ങൾ ലഭ്യമാവുന്നത്. അവിടെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന വ്യക്തികൾ ആരൊക്കെയായിരിക്കും? ഡോക്ടേഴ്സ് ഉണ്ടാവാം, നഴ്സുമാരുണ്ടാവും, റിസപ്ഷനിസ്റ്റ് പോലെ അല്ലെ. സ്റ്റാർട്ടിങ് മുതല് അവരെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും പ്രൊവൈഡേഴ്സ് ആണ് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. അവരിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ അവർ പേഷ്യന്റിനെ തൃപ്തികരം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു. നമ്മൾ കണ്ടു ഹെൽത്ത് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പല വ്യക്തികളുമുണ്ട് അല്ലെ, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ട്, അങ്ങനെ ശുചിത്വ പ്രവർത്തനങ്ങളിലൊക്കെ ക്ലീൻലൈൻസിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികളുണ്ട്. അവരെല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകരാണ്. അവരുടെ സേവനങ്ങളെല്ലാം തന്നെ ഓരോ പേഷ്യന്റിനും അർഹിക്കുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് കൺസേൺഡ് വിത്ത് ഹൗ പേഷ്യന്റ് അസിസ്റ്റ് ദ ക്വാളിറ്റി ഓഫ് ദെയർ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ്. ഓക്കെ, നമുക്കറിയാം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിന്റെ നല്ലൊരു അനുഭവത്തിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യമാണ് അല്ലെ. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആ പേഷ്യന്റ് എന്തായിരിക്കും? ഒരു പേഷ്യന്റിന് നല്ലൊരു അനുഭവം ഉണ്ടായെങ്കിൽ ആ പേഷ്യന്റ് എന്തായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും? നല്ല അനുഭവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ, തൃപ്തിയായിരിക്കും. അപ്പൊ അതെല്ലാം ബേസ് അല്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. It is increasingly being evaluated in surveys of healthcare settings as a maker of quality of care together with the other dimensions of quality like the access, relevance to requirements, effectiveness and efficiency. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഘടകങ്ങൾ അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചറിയണം അല്ലെ, ഇവിടെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാം? അവരിൽ നിന്ന് കുറച്ച് ചോദിച്ചിട്ട് അനുഭവജ്ഞാനങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം അല്ലെ, അങ്ങനെയല്ലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പ്രധാനമായിട്ട് സർവേകളൊക്കെ നടത്താം അല്ലെ. അവരെ നിന്ന് ചോദിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഡോക്ടർ സേവനം തൃപ്തികരമാണോ, ഓക്കെ, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കിട്ടിയോ അല്ലെ, അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ സർവേ നടത്തിയിട്ടൊക്കെ നമ്മൾ ചോദിച്ച് അവരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാം അല്ലെ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അങ്ങനെ സർവേ നടത്താൻ പറ്റില്ലേ? ഓക്കെ, അങ്ങനെ സർവേ നടത്തുമ്പോൾ പല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കും അല്ലെ. ആ സർവേയില് ഇങ്ങനെ ഇവരുടെ ഡോക്ടറുടെ സേവനം മാത്രമല്ല ചോദിക്കുക അല്ലെ, പല കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കും. അതിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് dimensions of quality like access, relevance, requirements, effectiveness and efficiency അല്ലെ. നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ കിട്ടിയോ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിച്ചു, എന്താ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ തന്നെയാണോ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം പ്രവർത്തിച്ചത്, അതേമാതിരി തന്നെ ഗുണമേന്മയുള്ള സേവനങ്ങൾ തന്നെയാണോ നിങ്ങൾക്ക് ലഭ്യമായത് അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം അല്ലെ സർവേ നടത്തിയിട്ടാണ് നമ്മൾ ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന് വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ബീങ് ഇവാലുവേറ്റഡ് ഇൻ സർവീസ് ഓഫ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആസ് എ മേക്കർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, ഗുണമേന്മയുള്ള ഒരു ശുശ്രൂഷയായിരുന്നോ ടുഗദർ വിത്ത് അതർ ഡൈമെൻഷൻസ്. പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ മാത്രം തന്നെ എന്താണ് നിങ്ങളുടെ ആ ഒരു രീതി അല്ലെ, ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ ലഭ്യമായോ, ഫലപ്രദമായിട്ടുള്ള ചികിത്സകളൊക്കെയാണോ കിട്ടിയത്, കാര്യക്ഷമമായിട്ട് തന്നെയാണോ സ്റ്റാഫുകളെല്ലാം അവിടെ നിങ്ങൾക്ക്
എന്താണ് കൃത്യമായിട്ടുള്ള സർവീസുകളൊക്കെ പ്രദാനം ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തൃപ്തികരമായിരുന്നോ? അല്ലെ, നമുക്കറിയാം നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ കുറെ കംപ്ലൈൻസ് ഒക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാ, അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുപാട് സമയം എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഡോക്ടറെ കാണാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ എന്താണ് നഴ്സുമാരെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ സമീപനങ്ങൾ നമുക്ക് അത്ര തൃപ്തികരമല്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കംപ്ലൈൻസ് അല്ലെ. അപ്പൊ ആ സർവേ നടത്തുമ്പോൾ ഓക്കെയാണ് എന്ന് പറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്, എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സംതൃപ്തിയുള്ള പേഷ്യൻസിനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോണോ? ഒരു പാരഗ്രാഫ് കൂടി പോവാം. Patient satisfaction is a vital metric to scale overall healthcare quality. നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ഹെൽത്ത് കെയറിന്റെ അല്ലെ, നമ്മുടെ നല്ലൊരു ആരോഗ്യ പരിപാലനത്തിന്റെ അത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു മെട്രിക് ആയിട്ടുള്ള മെഷർമെന്റ് ടൂൾ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, നോട്ട് ചെയ്യാം. Then, with the help of a patient satisfaction surveys, continuous measuring of a patient satisfaction and enhancing patient experience can be achieved. ഒരു പ്രാവശ്യം നമ്മൾ സർവേ നടത്തിയപ്പോൾ അവര് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു അല്ലെ, അവർ തൃപ്തികരമല്ലാത്ത പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞെങ്കിൽ നമുക്കറിയാം അവിടെ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തണം അല്ലെ. വീണ്ടും ഒരു സർവേ നടത്തേണ്ടതായിട്ട് വരും, വരില്ലേ? ഒരു പ്രാവശ്യം സർവേ നടത്തി നമ്മൾ കുറച്ച് പോരായ്മകളൊക്കെ പേഷ്യൻസ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് പരിഹരിച്ചിട്ട് നമ്മൾ വീണ്ടും സർവേ നടത്തണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ് അവിടെ വേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ഈ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ അല്ലെ, നേടിയെടുക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൂല്യത്തോടു കൂടിയ ഒരു ഉപകരണമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, ഉപകരണം വെച്ച് നോക്കി ആകുന്നെടുക്കുന്നതല്ല, അവർ പറയുന്ന കാര്യങ്ങൾ തൃപ്തികരമാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, അവർ സാറ്റിസ്ഫൈഡ് ആകുന്നു അല്ലെ. അപ്പൊ ഒരുപാട് എഫേർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടൂളാണ് എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ചിലപ്പോ ചോദിക്കാവുന്നതാണ് കേട്ടോ, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. Then patient satisfaction was evaluated by a questionnaire developed with the patients, which gathered information about the time spent at the appointments, travel cost, and perceptions of quality of the service, etc. Okay, നമ്മൾ മനസ്സിലാക്കേണ്ടത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില് നമ്മൾ അളക്കാനായിട്ട് ഇങ്ങനെ സർവേകളൊക്കെ കൊടുക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസും അതിൽ ഉൾപ്പെടുത്താം അല്ലെ. അതിൽ പ്രധാനമായിട്ടും ഈ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെ ഒരുപാട് സമയം എടുത്തോ നിങ്ങൾക്ക് ഈ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ചെലവാക്കിയിട്ടാണോ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോടുകൂടിയിട്ടുള്ള സേവനങ്ങളൊക്കെ ലഭ്യമായോ, നല്ല സർവീസ് ആണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി തന്നെ നല്ല സേവനങ്ങൾ തന്നെയാണോ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്താണ് സർവേയിൽ ഉൾപ്പെടുത്തിയിട്ട് പേഷ്യൻസിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അവർ നല്ല എക്സ്പീരിയൻസ് ആണ് പറയണമെങ്കിൽ നമുക്കറിയാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ് അല്ല പറയണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഭേദഗതികൾ വരുത്തി കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും സർവേ നടത്തി പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് എത്തുന്നവരേക്ക് നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന് നല്ലൊരു വളർച്ച നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടോ ചരിത്രത്തിൽ ഇത്? കുഴപ്പമില്ല അല്ലെ, വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്. നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എങ്ങനെ ഡൗട്ടുകളുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെയാണോ?
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.